ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3/4 കപ്പ് പച്ചരി കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു 3/4 കപ്പ് പച്ചരി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 250 ml മെഷർ കപ്പിനാണ് 3/4 കപ്പ്. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് കുതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മണിക്കൂർ, കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പച്ചരി കുതിർക്കാനായിട്ട് അടച്ച് വെച്ചു. പിന്നെ നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മീൻ വേണം കേട്ടോ. അപ്പോൾ നെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 7-8 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണിനും അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണേ, അതും കൂടി ഇട്ട് കൊടുത്തു. ഇത്ര മതി മസാലകളൊക്കെ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത അരി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അരി മൊത്തം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണേ, വലിയ ജീരകം, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നല്ല മണമാണ്, നല്ല മണവും നല്ല ഫ്ലേവറും ഒക്കെയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ കപ്പിൽ തന്നെ നമുക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ജാറിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീൻ എടുക്കാം. ഇത് നമുക്കൊരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്കിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ മീൻ മൊത്തം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തേ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിത് പലഹാരത്തിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ അടിവശം ഞാൻ മീതെ ആക്കി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് അടുത്ത പുറവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവേ. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമുക്കിതൊന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് 1 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് കറക്കിയാൽ മതി, കൂടുതൽ അങ്ങ് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചേ. എന്നിട്ട് ഒരു കുഴിയുള്ള പാന് വീണ്ടും അടുപ്പിൽ വെച്ചു. എന്നിട്ട് നമ്മൾ പൊരിക്കാൻ വെച്ചിരുന്ന എണ്ണ തന്നെ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം പഴുത്ത ഒരു തക്കാളി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ. വെന്തങ്ങ് കുഴയേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന നെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ നെമ്മീന് പകരം നമുക്ക് ചിക്കൻ ഉപയോഗിക്കാം, ബീഫ്, മട്ടൻ ഏത് വേണമെങ്കിലും ഒന്ന് പൊരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നെമ്മീൻ കൊണ്ടുള്ള പലഹാരമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് നെമ്മീൻ പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി, എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ലേ. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളത്തോളം അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ ഏതെങ്കിലും വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതാ എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുവി ഒരു കട്ട രൂപത്തിലൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ കട്ട രൂപത്തിലായി കിട്ടുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട. അത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുവേ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നന്നായിട്ട് കുറുകി ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. വീണ്ടും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ട് ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു സ്റ്റേജ് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ബാറ്ററിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്ന് ഒരു ഉരുണ്ട് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മാവിൽ നിന്നും വെള്ളത്തിൻ്റെ അംശം മൊത്തം മാറിക്കിട്ടണം. ഇപ്പം ഞാൻ എന്താ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് വീണ്ടും പാനിലിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് പാനിൽ നിന്ന് കൈയുടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാനിൽ തന്നെ വെച്ച് കൊടുത്താൽ അടിഭാഗം ഒന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം വെച്ചിരിക്കുക, ഒന്ന് ചൂട് ആറേണ്ടതുണ്ട്. ചൂട് ആറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. വളരെ നേരം ഇട്ട് കുഴയ്ക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തടവിയതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്.
നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് തൊട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. നന്നായിട്ട് ചൂട് മാറുമ്പോൾ നന്നായിട്ട് നല്ല മാവ് നന്നായിട്ടൊന്ന് ടൈറ്റായി കിട്ടുവേ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി നമ്മുടെ കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് ബോൾസുകളാക്കി എടുക്കണം. നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ അതൊന്ന് ഇത്തിരി കൂടി അളവിൽ ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഇതാ മൊത്തം ഞാൻ ബോൾസാക്കി എടുത്തു. ഇനി നമുക്ക് കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അത് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്താൽ മതിയേ. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാനത് ശക്കലൊന്ന് എണ്ണ ഒന്ന് തടവി ഒന്നിലൊഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഇലയിലും ഒന്ന് തടവിയിട്ട് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഓരോ ഇലയിലും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. വളരെ തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്ര മതി. ഇനി അടുത്തൊരു ഇലയിൽ കൂടി നമുക്ക് വീണ്ടും ഒരു ബോൾസ് കൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് അടുത്ത ഇലയിൽ ഞാൻ പരത്തിയെടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ് ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മധ്യത്തായിട്ട് കോരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു 2-2.5 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അരികൊന്ന് മാറ്റിയിട്ട് മധ്യഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അരിക് വിട്ട് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഇലയിൽ പരത്തിയെടുത്തില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മേൽഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാനാണേ. എന്നിട്ട് നമുക്ക് മീതത്തെ ഇല ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ അതാ നോക്കിയേ. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് നീക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ സൈഡൊക്കെ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തേത് നന്നായിട്ട് സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ മീതിയിൽ നിന്ന് എടുത്ത ആ ഇല തന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സ്റ്റീമറിൻ്റെ അകത്തായിട്ട് ഈ നമ്മൾ പരത്തിയ പലഹാരം വെച്ച് കൊടുക്കുക. ബാക്കി ഇതുപോലെ എല്ലാം പരത്തിയിട്ട് ഇതുപോലെ മീതെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തേ. എല്ലാം കൂടി തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീമറിലേക്ക് നമ്മുടെ പലഹാരം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കി അതിനുശേഷം നമുക്ക് ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം 3/4 കപ്പ് പച്ചരിയിൽ ഞാൻ ഒരു 4 എണ്ണം ചെയ്തെടുത്തേ. അടിപൊളിയായിട്ടുള്ളൊരു അരി കൊണ്ടുണ്ടാക്കിയ ഒരു നെമ്മീൻ പത്തലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഇല മാറ്റിയപ്പോൾ കണ്ടില്ലേ, അടിപൊളിയാണ്. ഇഫ്താറിന് നമുക്ക് നോമ്പുതുറ സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ പലഹാരമാണ് കേട്ടോ നെമ്മീൻ പത്തൽ. ഇതിന് പകരം നമുക്ക് ചിക്കനും ബീഫും മട്ടനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നെമ്മീൻ കൊണ്ടാണ് ഈ പത്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലയൊന്ന് മാറ്റാം. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്മൂത്താണ് കേട്ടോ, സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തു.
ഇതൊന്നൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തലാണ്. കുക്ക് ചെയ്തെടുത്തപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നെമ്മീൻ കൊണ്ടുള്ള നിറയെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ നമ്മുടെ അരി കൊണ്ടുള്ള നെമ്മീൻ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താർ സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ ഇലയിൽ നിന്നും എടുത്ത് പാത്രത്തിലേക്ക് ആക്കിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത ഇതുപോലുള്ള നല്ല ഇഫ്താർ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.